നോക്കൂ ക്ലാര, എനിക്ക് ഓഫീസിൽ നല്ല തിരക്കാണ്. എന്നിട്ട് ഞാൻ വന്നത് ക്ലാരയെ ഓർത്തുകൊണ്ട് മാത്രമാണ്. നാട്ടുകാരി ആയതുകൊണ്ട് മാത്രമല്ല ക്ലാരയെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പഠിക്കുന്ന കാലം തൊട്ട് ക്ലാരയിൽ ഒരു സ്മാർട്ട്നെസ് ഉണ്ടായിരുന്നു. എന്തിനും ഏതിനും ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി. അങ്ങനെയുള്ള താൻ ഇവിടെ വന്നിട്ട് ആരെയും ആശ്രയിക്കാതെ ജീവിക്കുമെന്ന് കരുതി. എനിക്ക് തിരിച്ചു പോണം. പോയിക്കോളൂ. അതിന് എന്റെ ആവശ്യമുണ്ടോ? ഒന്നുമില്ല കയ്യില്. 2 മാസം തികച്ചായില്ല. അപ്പോഴേക്കും കുവൈറ്റ് മടുത്തോ? ക്ലാരയുടെ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ടാണ് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പൈസ അയച്ചു തന്നുകൊണ്ടിരുന്നത്. എനിക്കതൊന്നും വേണ്ട. പക്ഷേ എന്നോടൊന്നും ഇനി ചോദിക്കരുത്. സോറി, കാശ് ചോദിക്കാനൊന്നും അല്ല ഞാൻ കാണണമെന്ന് പറഞ്ഞത്. കുവൈറ്റ് മടുത്തിട്ടും അല്ല. പക്ഷേ ഒന്നേ ഒരു തുടക്കം കിട്ടുന്നില്ല. തുടക്കമുണ്ടാകും. ഇപ്പോൾ എന്റെ അടുത്തിരുന്ന് നിന്റെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നിനക്കൊരാശ്വാസം കിട്ടുന്നില്ലേ? അത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഒരു മിനിറ്റ്. ഹലോ. ആ, അത് കുഴപ്പമില്ല. തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് മീറ്റ് ചെയ്യണം. നമുക്കെന്നാ ഒരുമിച്ചൊന്ന് പോയി കാണാമെന്ന്. ഓക്കെ, ശരി, ഞാൻ ഇപ്പോൾ എത്തിയേക്കാം. ക്ലാര, കുറച്ച് ധൃതിയുണ്ട്. ആലോചിക്ക്. ഒരു നല്ല ജോലി കണ്ടുപിടിക്ക്. കിട്ടും. ഇത് കയ്യിൽ വെച്ചോളൂ. ഞാൻ വിളിച്ചോളാം. നല്ല തലവേദന. എന്താ തലവേദനയാ? ടാബ്ലറ്റ് കഴിച്ചില്ലേ? എന്നിട്ടും മാറിയില്ലേ? എന്നാ ഞാൻ മാറ്റിത്തരാം. വിശുദ്ധ പാനീയം. ഇതൊരു മരുന്നാണ്. കഴിച്ചു നോക്ക്. വേദന മാറും വരെ ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം. ഞാനാണിത് ഉണ്ടാക്കുന്നത്. ഞാനാണിപ്പോൾ നിങ്ങളുടെ ഡോക്ടർ. ശരിക്കും പറഞ്ഞ ഞാൻ തന്നെയാണ് ഈ വിശുദ്ധ പാനീയവും. സഹിക്കാനാവാത്ത തലവേദന വന്നാൽ ഈ ക്ലാരയെ ഓർക്കണം, വിളിക്കണം. നമ്പറുണ്ട് താഴെ. ഫ്രീ ആയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത്. വേദന മാറിയാൽ സ്നേഹത്തോടെ നിങ്ങൾ തരുന്നത് എന്തോ അതാണ് ഈ വിശുദ്ധ പാനീയത്തിന്റെ വില. മാഡത്തിനോട് നല്ല പേരാണല്ലോ. വഴി ചോദിച്ചവരൊക്കെ എത്ര നല്ല അഭിപ്രായമാണ് പറയുന്നത്. ജാൻസി, പേരതാണ്. ഓക്കെ. ജാൻസി ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഒരു ഫ്രണ്ട് തന്നതാ നിങ്ങളുടെ ഈ നമ്പർ. ഇനി ഇതുകൂടെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. എവിടെ നിങ്ങളുടെ വിശുദ്ധ പാനീയം? ഇന്നാ ദാ ഇത് മതിയോ? ജാൻസി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ജാൻസി ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഫാമിലി ഉണ്ട്. ഓക്കെ. ജാൻസി എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. തല വെട്ടി പൊളിയാണ്. ദാ എനിക്കറിയാം ജാൻസിക്ക് എങ്ങനെ ഈ തലവേദന വരുന്നതെന്ന്. കുടുംബവും ജോലിയും ആകെ എല്ലാം കൂടി വല്ലാത്തൊരു സ്ട്രെസ്സാണല്ലേ? സാരമില്ല, ഇപ്പൊ കുറെ ആശ്വാസമായില്ലേ?
ശരിക്കും താങ്ക്സ്. ക്ലാര, ഒരു 5 ബോട്ടിൽ കൂടെ ഇവിടെ വെച്ചോളൂ. ഇതുകൂടെ വെച്ചോളൂ. താങ്ക്സ്. ഹലോ, ക്ലാരയല്ലേ? അതെ. ക്ലാര, ഞാൻ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് വിളിക്കുകയാണ്. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഓക്കെ, ഞാൻ വരാം. പേരെന്താ? റോബിൻ. ഓക്കെ. റോബിൻ അല്ലേ? അതെ, വരൂ. ക്ലാര ഇരിക്കെ, ഞാനിപ്പോ വരാം. ഓക്കെ. ഇരിക്ക് ക്ലാര. റോബിൻ ഈ മരുന്ന് എപ്പോഴും കഴിക്കാറുണ്ടോ? ഇത് കുടിച്ചു നോക്ക്. ഞാൻ പറയുന്നത് റോബിൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് കുടിച്ചതുകൊണ്ട് എല്ലാ തലവേദനയും മാറുമെന്ന് അവകാശവാദമൊന്നും എനിക്കില്ല. പക്ഷേ റോബിന്റെ തലവേദന എനിക്ക് മാറ്റാൻ സാധിക്കും. മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ. ഉറക്കം കുറവാണല്ലേ? ഇന്ന് അവധിയല്ലേ? ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പം റോബിന്റെ എല്ലാ തലവേദനയും മാറും. നല്ല കഴിവുള്ള ആളാണല്ലേ? മുഖം അത് പറയുന്നുണ്ട്. നല്ലപോലെ പാട്ട് പാടുമല്ലേ? ഞാൻ പാടാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ കുറെ നാളായിട്ട് പാടുന്നില്ല. ഒന്ന് ശ്രമിക്കണം കേട്ടോ. എനിക്ക് കേൾക്കണം റോബിന്റെ പാട്ടുകൾ. എന്നിട്ട് എനിക്ക് അയച്ചു തരണം. അധികം വൈകാൻ പാടില്ല കേട്ടോ. നോക്കാം. ഇപ്പൊ കുറവുണ്ടോ? നല്ല കുറവുണ്ട്. കുറച്ച് ബോട്ടിലും കൂടെ എനിക്ക് വേണം. ക്ലാര, ഇത് കൈവച്ചോ. അപ്പൊ ശരി, കാണാം. റോബിനെ പാട്ടയക്കാൻ മറക്കണ്ട കേട്ടോ. ക്ലാരയല്ലേ? അതെ. എന്റെ മോൾക്ക് തീരെ സുഖമില്ല, നല്ല തലവേദന. ഒന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ? ആ, വരാലോ. ആ, ഇപ്പൊ അയക്കാം. ആ, കേറി വാ. മോളെവിടെ? മോളിപ്പോ വരും. എനിക്ക് വാടി പോണം. ഇവിടെ. എന്താ നിങ്ങൾ എവിടെ കാണിക്കുന്നത്? വിട്, ഇക്കരെ വിട്. വിട് എന്നെ. ഛെ, വിട് എന്നെ. വിട്, വിട്. ഛെ, വിടാന്. ആ! എന്താ നിങ്ങൾ ചെയ്യുന്നത്? അടങ്ങി നിൽക്ക്. വിട്. അയ്യോ. ഹലോ സാറേ. ഏയ് കുഴപ്പമൊന്നുമില്ല സാർ. അടങ്ങിയിരുന്ന് വന്നോ? ആ, വണ്ടിയായിട്ടല്ലോ, കുഴപ്പമില്ല. ഓക്കെ സാർ, ശരി. ഉപദ്രവിക്കരുന്ന് പറഞ്ഞല്ലാടാ. സാരമില്ല, പോട്ടെ. ആരാ നിങ്ങളൊക്കെ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? വിശുദ്ധപാനീയം. എന്താ ഈ വിശുദ്ധപാനീയം? ഒരു ലാബ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ദാ അതൊക്കെ കഴിഞ്ഞു. റിസൾട്ടാണ്.
H2O, ശുദ്ധമായ ജലം. പോരെ? അത് കുടിച്ചാ തലവേദന മാറില്ലല്ലോ ക്ലാര. 12 വർഷമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് പ്രകാശ്, ഒരു പാവം മരുന്ന് കച്ചവടക്കാരൻ. ഞങ്ങൾക്കൊന്നും അറിയാത്ത എന്ത് സയൻസാണ്, എന്ത് മാജിക്കാണ് ഈ വിശുദ്ധ പാനീയത്തിലുള്ളത്? അതറിയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? പൊതുജനത്തിന് അവകാശമില്ലേ? അത് ഞാൻ അവരോട് പറഞ്ഞോളാം. എങ്കിൽ പറയൂ. ഒരൊറ്റ ഫോൺ കോൾ മതി. ലൈസൻസ് ഇല്ലാത്ത നിന്റെ ഈ വിശുദ്ധപാനീയവും നീയും ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാൻ. പോരാത്തതിന് പച്ചവെള്ളം നിറച്ച ആളുകളെ പറ്റിച്ച കുറ്റം വേറെ. ദാ നിന്റെ യാത്രാ ചെലവിന് ബാക്കി നിന്റെ അക്കൗണ്ടിൽ വരും. ചെയ്ത തെറ്റിന് പൊതുജനത്തോട് മാപ്പ് പറയുക സോഷ്യൽ മീഡിയയിലൂടെ. എന്നിട്ട് നാളെ തന്നെ നാട് പിടിച്ചോണം. ഇനി നിന്നെയും നിന്റെ വിശുദ്ധ പാനീയത്തെയും ഇനി ഈ കുവൈറ്റിൽ കാണരുത്. മനസ്സിലായോ? നീ ഞങ്ങൾക്കൊന്നുമല്ല. പക്ഷേ 3 മാസം കൊണ്ടുള്ള നിന്റെ ഈ വളർച്ച, ഇത്രയേറെ ജനശ്രദ്ധയാകർഷിച്ച നിന്റെ ഈ പരസ്യം, ഈ ശുദ്ധജലത്തിന്റെ പ്രത്യേകത എല്ലാം ഞങ്ങൾക്കറിയണം. ശേഷം നീ വേണ്ട, ഞങ്ങൾ മതി. മനസ്സിലായില്ലേ? അതൊന്നും നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല വച്ചൻ. തുടങ്ങുകയല്ലേ? നിങ്ങളിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാം. ക്ലാരയാണ്. ശുദ്ധജലം നിറച്ച് വിശുദ്ധ പാനീയമെന്ന ലേബൽ ഒട്ടിച്ച് നിങ്ങൾക്ക് തന്ന് നിങ്ങളുടെ ചെറിയ തലവേദനകളെ ഇല്ലാതാക്കിയതിന് നിങ്ങളോട് മാപ്പ് പറയാൻ വന്നതാണ് ഞാൻ. ഒരു രോഗം മാറാൻ മറ്റൊരു രോഗം വിളിച്ചു വരുത്തുന്ന അത്രയേറെ സൈഡ് എഫക്റ്റ് ഉള്ള വിദേശ നിർമ്മിത മരുന്നുകൾക്കും എണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന മരുന്ന് കമ്പനികൾക്ക് മുന്നിൽ ഞാനിപ്പോൾ തെറ്റുകാരിയാണ്. പച്ചവെള്ളം കൊടുത്ത് പറ്റിക്കാൻ, നിയമവിരുദ്ധമായ വിൽപ്പന. കരയുന്ന കുഞ്ഞിനെ അമ്മ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുത്താൽ ആ കരച്ചില് ചിരിയായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെ ശാസ്ത്രം എന്താണ്? ഒരു ചെറു ചിരിയോടെ, സ്നേഹസല്ലാപത്തോടെ നീണ്ട സൂചി തുളച്ചു കയറ്റി മരുന്നിറക്കുന്ന നേഴ്സിന്റെ മുഖത്ത് നോക്കി ഒട്ടും വേദന സഹിക്കാത്തവർ പോലും വേദനിച്ചില്ലെന്ന് പറയില്ലേ? ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നില്ലാതാവുന്ന വേദനയോട് മെഡിക്കൽ സയൻസിന് എന്താണ് പറയാനുള്ളത്? എന്തിനേറെ സ്നേഹത്തോടെ വിളമ്പുന്ന എന്തിനും രുചിയേറുന്നില്ലേ? അടുപ്പമുള്ളവർക്കൊപ്പം ഇരുന്നാൽ നമ്മുടെ വിഷമങ്ങൾ മാറുന്നില്ലേ? സ്നേഹത്തിന്റെ നാനാർത്ഥങ്ങളാണിതെല്ലാം. ശുദ്ധമായ ജലത്തിൽ ഞാൻ ചേർത്തതും ഇതേ സ്നേഹമാണ്. ഒരു തലോടരിൽ, ഒരു സ്നേഹവാക്കിലൊക്കെ തീരാവുന്ന തലവേദനകളെ നിങ്ങളിൽ പലർക്കും ഉള്ളൂ. ഞാൻ ചെയ്തത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുക. മനസ്സും ശരീരവും നിങ്ങളുടേതാണ്. ചെറിയ വേദനകളെ ഇല്ലാതാക്കാൻ ചില ചെറിയ സന്തോഷങ്ങൾ മതി. അതിന് മരുന്ന് വേണ്ട. എന്റെ തെറ്റുകൾ നിങ്ങളുടെ വലിയ ശരികളായി ഭവിക്കട്ടെ. ഇനി മുതൽ ക്ലാരയില്ല, വിശുദ്ധ പാനീയവും ഇല്ല. മാപ്പ് ചോദിക്കുന്നു എല്ലാത്തിനും.